എല്ലാവർക്കും പെറ്റ് സ്റ്റോക്ക് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്യാം കൃഷ്ണൻ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നാച്ചുറൽ മെഡിസിൻസിൻ്റെ ഒരു ലിസ്റ്റ്, അത് നാട്ടുമരുന്നുകൾ എങ്ങനെയൊക്കെ ബേഡ്സിന് യൂസ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ വന്ന ഒരു ഭൂരിഭാഗം കമൻറ്റും ഇംഗ്ലീഷ് മെഡിസിനെയും കുറിച്ചും കൂടി ഒരു വീഡിയോ ഇടണം എന്നതിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് ഞാൻ വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ള ഇംഗ്ലീഷ് മെഡിസിൻസ്, എങ്കിലും ഇംഗ്ലീഷ് മെഡിസിൻസ് നമ്മുടെ പല സമയത്ത് നമ്മളെ രക്ഷിക്കാറുണ്ട്. അതായത് നമ്മൾ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നാട്ടുമരുന്ന് യൂസ് ചെയ്യാൻ തുടക്കത്തിലേ കണ്ടാലേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു പകുതി കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ബേഡിനെ തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഇംഗ്ലീഷ് മെഡിസിൻസ് തന്നെ യൂസ് ചെയ്യണം. പക്ഷേ അതിൻ്റെ യൂസേജ് കുറച്ച് കുറയ്ക്കാനേ ഉള്ളൂ, കാരണം ലിവറൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളിങ്ങനെ കെമിക്കൽ എപ്പോഴും ഫീഡ് ചെയ്യാൻ ശ്രമിക്കരുത്. കൊടുക്കുന്നെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെച്ച് നമുക്ക് നല്ല ടോണിക്കുകൾ കൊടുക്കാം. അപ്പം ബേഡിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഹെൽത്ത് കൂട്ടാനുമുള്ള ടോണിക്കുകൾ ഏതൊക്കെയാണ്, ഇനി ഐ ഇൻഫെക്ഷൻ വന്നാൽ ഏത് മെഡിസിൻ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ലിവറിന് പ്രശ്നം വന്നാൽ അത് ഡൈജഷൻ നടക്കാനായിട്ട് ഏതൊക്കെ മെഡിസിൻസ് കൊടുക്കാൻ സാധിക്കും, പിന്നീട് നമുക്ക് നന്നായിട്ട് ബ്രീഡാവാൻ വേണ്ടിയിട്ടുള്ള നല്ല ടോണിക്കുകൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അതായത് നമ്മുടെ ബേഡ്സിന് വരുന്ന അസുഖങ്ങൾക്കും ബ്രീഡിങ്ങിന് നല്ല ഹെൽത്തിനൊക്കെ കൊടുക്കാവുന്ന നല്ല മെഡിസിൻസും ടോണിക്കും ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ടാബ്ലറ്റൊക്കെ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ പെറ്റ് സ്റ്റോക്ക് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു മെഡിസിനാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ടുള്ളത് വിമറാൾ. വിമറാൾ എന്ന് പറഞ്ഞ മെഡിസിൻ എല്ലാവർക്കും അറിയായിരിക്കും. വിമറാൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേഡിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. ബേഡിൻ്റെ ഹെൽത്തും ഇമ്മ്യൂണിറ്റി പവറും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എഫിഷ്യൻസി ആയിട്ടുള്ള നല്ല വൈറ്റമിൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതലും വിമറാൾ മെഡിസിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിമറാൾ നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ വാട്ടറിൽ 3 ml ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ വിമറാൾ ആയാലും ഏത് മെഡിസിനായാലും വീക്കിലി 1 വട്ടം വെച്ചാണ് ഞാനൊക്കെ കൊടുക്കാറ്. അപ്പോൾ മൾട്ടി വിറ്റാമിൻ ടോണിക്കാണ് വിമറാൾ എന്ന് പറഞ്ഞാൽ. ഇത് ബ്രീഡിങ് റിസൾട്ട് കൂട്ടുന്നുണ്ട്, ഹെൽത്തി ടോണിക്കാണ്. അപ്പം നമുക്ക് 1 ലിറ്ററിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ 3 ml വെച്ചിട്ട് നമുക്ക് വീക്കിലി 1 തവണ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ആ രീതി തന്നെ മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തവർ വീക്കിലി 2 തവണ ഏറിപ്പോയാൽ അതിൽ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, ലിവറിൻ്റെ ഫംഗ്ഷനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീക്കിലി ഒന്നെങ്കിൽ 2 നേരം കൊടുക്കുക, ഞാനൊക്കെ 1 നേരം വെച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, ലിസ്റ്റിൽ നമ്മൾ രണ്ടാമതുള്ളത് ലൈവ് 52 എന്ന് പറയുന്ന മെഡിസിനാണ്. ലൈവ് 52 യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലിവർ ഫംഗ്ഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നന്നായിട്ട് ലിവറിൻ്റെ ഫങ്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് ലൈവ് 52 യൂസ് ചെയ്യുന്നത്. ഈ ലൈവ് 52ൻ്റെ എന്ന് പറഞ്ഞാൽ ലിവർ പ്യൂരിഫയർ ടോണിക്കാണ്. നന്നായിട്ട് ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ 1 ലിറ്റർ വാട്ടറിൽ 1 ml വെച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ലൈവ് 52 നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സന്ദർഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ഡീവാമിങ് ചെയ്യാറുണ്ട്. അതായത് ബേഡ്സിൻ്റെ വിര ഇളക്കുക. ഇപ്പോൾ വിര ഇളക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്രാവിനായാലും ഏതിനായാലും വിര ഇളക്കേണ്ട സാഹചര്യമുണ്ട്. നമുക്കായാലും ആർക്കായാലും വിര ഇളക്കാം. കാരണം നന്നായിട്ട് ഡൈജഷൻ നടക്കണമെങ്കിൽ നമ്മുടെ വിര അധികമാകുമ്പോൾ ഡൈജഷൻ നടക്കത്തില്ല. അപ്പോൾ നല്ല കണ്ടൻറ്റ് നമ്മൾ കഴിക്കുന്നതിൻ്റെ പകുതിയിലേറെ കണ്ടൻറ്റും വിരകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ ബേഡ്സിന് ബ്രീഡിംഗ് ഒന്നും നടക്കാൻ പറ്റത്തില്ല. കാരണം അതിനുള്ള പ്രോട്ടീനും കണ്ടൻറ്റൊന്നും അതിന് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ 6 മാസം കൂടുമ്പോൾ ഡീവാമിങ് ചെയ്യാറുണ്ട്. ഡീവാമിങ് ചെയ്യുന്നതിന് മുന്നേ 2 ദിവസം നമ്മൾ ഉറപ്പായിട്ടും ഈ ലൈവ് 52 കൊടുത്തിരിക്കണം. ഡീവാമിങ് നാളെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ 2 ദിവസം മുന്നേ നമ്മൾ ഈ ലൈവ് 52 ഉറപ്പായിട്ടും ഫീഡ് ചെയ്യുക. അപ്പം ലിവറിൻ്റെ ഫംഗ്ഷനൊക്കെ ഒന്ന് ബെറ്റർ ആവും, പ്യൂരിഫയർ ആവും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഡീവാമിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ലൈവ് 52ന് വളരെയധികം റോളുണ്ട്. ഓക്കെ, അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമതായിട്ടുള്ളത് അൽബോമാറാണ്. അൽബോമാർ മെഡിസിൻ എല്ലാവർക്കും അറിയാവുന്ന മെഡിസിനാണ്. അതായത് ഡീവാമിങ്, ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെയാണ്, ഡീവാമിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു മെഡിസിനാണ് അൽബോമാർ. അത് നമുക്ക് ബേഡ്സിനൊക്കെ വിര ഇളക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ട്രസ്റ്റഡ് ആയിട്ടുള്ള മെഡിസിനാണ് അൽബോമാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അൽബോമാർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അൽബോമാർ 1 ലിറ്റർ വാട്ടറിൽ 1 ml വെച്ച് തന്നെയാണ് കൊടുക്കേണ്ടത്. ചിലർ 0.5 ml വെച്ചിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അൽബോമാർ 1 ലിറ്ററിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. 1 ലിറ്റർ അല്ലെങ്കിൽ 1/2 ലിറ്റർ വെച്ച് 1 ലിറ്റർ വാട്ടറിൽ 1 ml യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ആ കണ്ടൻറ്റ്. അതുപോലെ തന്നെ നമ്മളിത് 6 മാസം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. അതായത് ഇന്ന് വിര ഇളക്കിയാൽ അടുത്ത 6 മാസം ആവുന്ന ഡേറ്റിലാണ്, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴാണ് നമ്മൾ വിര ഇളക്കാൻ ശ്രമിക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഗ്രീൻ ലീഫും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ലിസ്റ്റിൽ 4ാമതായിട്ടുള്ള ഒരു മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രോജെല്ലാണ്.
അത് മെട്രോജൽ ടോണിക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ബേഡ്സിൻ്റെ ലൂസ് മോഷൻ ടോണിക്കായിട്ടാണ് കൊടുക്കുന്നത്. 3-4 ഡ്രോപ്പ് 100 വാട്ടർ ml, അതായത് 100 ml വാട്ടറിൽ 3-4 ഡ്രോപ്പ് വെച്ച് നമുക്ക് മെട്രോജൽ ടോണിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മെട്രോജൽ ബേഡ്സിൻ്റെ ലൂസ് മോഷൻ ടോണിക്, അതായത് നമുക്ക് ബേഡ്സിന് എപ്പോഴും ലൂസ് മോഷൻസ് വരാറുണ്ട്. നമ്മൾ അധികമായിട്ട് ഗ്രീൻ ലീഫ് അല്ലെങ്കിൽ അധികമായിട്ട് കുതിർത്ത് കൊടുക്കുന്ന ഫുഡുകൾ, അതായത് നമുക്ക് കടല ഇങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങളും കടല വർഗ്ഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുതിർത്ത് കൊടുക്കുന്ന പ്രോട്ടീൻ കണ്ടൻറ്റാണ്. പക്ഷേ ഇത് അധികമായിട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ കഴിക്കുമ്പോൾ ഇതിന് ലൂസ് മോഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്താണ് നമ്മൾ മെയിനായിട്ട് ഈ മെഡിസിൻ യൂസ് ചെയ്യുന്നത്. ലിസ്റ്റിൽ 5ാമതായിട്ടുള്ള മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ സിങ്കോവൈറ്റ് ടോണിക്കാണ് നമ്മുടെ ലിസ്റ്റിൽ 5ാമതായിട്ടുള്ളത്. ഇത് ഇമ്മ്യൂണിറ്റി ഇൻക്രീസിങ് സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഐ പ്രോബ്ലത്തിന് ഒരുപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സിങ്കോവൈറ്റ് ടോണിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിങ്കോവൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഞ്ചസിന് ഒട്ടുമില്ലാത്ത സാധനമാണ് ഇമ്മ്യൂണിറ്റി. അതായത് നമുക്കൊരു പ്രതിരോധ ശക്തി. നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവാകുന്ന ബേഡിനാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കുന്നതും. നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം പോലും ആ ബേഡുകൾ തരത്തില്ല. ഇപ്പം ആഫ്രിക്കയിൽ ലവ് ബേഡ്സ് ഒക്കെ ആണെങ്കിൽ അസുഖം വന്നാൽ നമുക്ക് കുറച്ച് ടൈം കിട്ടും, അതിന് കുറച്ച് അത് തന്നെ ചെറുത്ത് നിൽക്കും. ഫിഞ്ചസ് അങ്ങനെയല്ല, എന്തെങ്കിലും വന്നാൽ ഉടനെ ഡള്ളാവും, പെട്ടെന്ന് ചത്തുപോകാനും ചാൻസ്, കാരണം ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഫിഞ്ചസിനെ ഉപയോഗിക്കുന്നവർക്ക് മെയിനായിട്ട് ഈ മെഡിസിൻ കൊടുക്കാൻ സാധിക്കും. ലിസ്റ്റിൽ 6ാമതായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിപ്ലോക്സ് മെഡിസിനാണ്. സിപ്ലോക്സ് മെഡിസിൻ എല്ലാവർക്കും അത്യാവശ്യം വേണ്ടുന്ന ഒന്ന് തന്നെയാണ്. കാരണം സിപ്ലോക്സ് മെഡിസിൻ ഐ ഇൻഫെക്ഷന് വേണ്ടിയുള്ള മെഡിസിനാണ്. ഈ സിപ്ലോക്സ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഇൻഫെക്ഷൻ ഉറപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. കാരണം ഇതൊരു ടോണിക്കാണ്, അതായത് ഒരു സ്പ്രേ അല്ല, നമുക്ക് കണ്ണിലേക്ക് നേരിട്ട് ഇറ്റിച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മെഡിസിനാണ് സിപ്ലോക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിപ്ലോക്സ് ഡി എന്ന് പറഞ്ഞ ഈ മെഡിസിൻ നമുക്ക് കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് അരിച്ചിറങ്ങും. നമ്മൾ ഇറ്റിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ സ്പ്രെഡായിട്ട് എല്ലായിടത്തും എത്തും. അപ്പം കണ്ണ് ചുവന്ന് കിടക്കുന്ന ബേഡുകൾക്ക്, അല്ലെങ്കിൽ കണ്ണിങ്ങനെ വെള്ളം ഒരുപാട് വരുന്നു, കണ്ണിന് എപ്പോഴും ഈർപ്പം, കണ്ണ് പൂർണ്ണമായിട്ട് അടഞ്ഞ് ഇരിക്കുന്നു, അങ്ങനെയുള്ള ബേഡിനൊക്കെ നമുക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റുന്നതാണ് സിപ്ലോക്സ് ഡി എന്ന് പറഞ്ഞ മെഡിസിൻ. ഇത് 1 ഡ്രോപ്പേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഒരു നേരം 1 ഡ്രോപ്പ് വെച്ച് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ബേഡാണ്. ഇത് മെയിനായിട്ട് ചൂട് കാലങ്ങളിൽ വരുന്ന കണ്ണിൻ്റെ രോഗങ്ങൾക്കും മറ്റ് പരിസരത്ത് നിന്ന് വരുന്ന ബേഡുകൾ വന്ന് പരത്തുന്ന കണ്ണ് രോഗങ്ങൾക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് സിപ്ലോക്സ് ഡി മെഡിസിൻ. അടുത്തതായിട്ട് ലിസ്റ്റിലുള്ളത് 7ാമത്തേതായിട്ടെന്ന് പറഞ്ഞാൽ ടെട്രാസൈക്ലിൻ ടാബ്ലറ്റ് ആണ്. ഈ ടെട്രാസൈക്ലിൻ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ മന്ത്ലി 5 തവണ കൊടുക്കാൻ പറ്റുന്ന ഒരു ടോണിക്കാണ്, ഒരു ടാബ്ലറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റിബയോട്ടിക് ക്യാപ്സ്യൂളാണ്. 1 ക്യാപ്സ്യൂൾ 100 ml വാട്ടറിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് 100 ml വാട്ടറിൽ നമ്മൾ 1 ക്യാപ്സ്യൂൾ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. മന്ത്ലി 5 തവണ മാക്സിമം കൊടുക്കാം. കാരണം ആൻറ്റിബയോട്ടിക് ആണ്, ക്യാപ്സ്യൂളൊക്കെ ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ മാസത്തിൽ 5 തവണ അല്ലെങ്കിൽ മാസം 4, അതായത് ആഴ്ചയിൽ 1 തവണ എന്ന രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു മെഡിസിൻ. അപ്പോൾ നമുക്ക് മെഡിസിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് കാൽസ്യം ടോണിക്കുകളുണ്ട്. ഇനി കാൽസ്യം ടോണിക്കിനേക്കാളും ഞാൻ പറഞ്ഞില്ല, കാരണം കാൽസ്യം ടോണിക്കിനേക്കാളും നല്ലത് കടൽ നാക്ക് അല്ലെങ്കിൽ കണവ നാക്ക് എന്ന കൂന്തൽ മത്സ്യത്തിൽ നിന്നും കിട്ടുന്ന അത് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ എഗ്ഷെൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് മെഡിസിൻസിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ അവസ്ഥയിൽ എത്ര ലിറ്ററിൽ എത്ര ഡൈല്യൂട്ട് ചെയ്താണ് കൊടുക്കേണ്ട ഡീറ്റെയിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ കാര്യമാണ്. നമ്മളിപ്പം ഒരു എക്സാമ്പിളായിട്ട് ഹെൽത്ത് ടോണിക്കുകൾ കൊടുക്കുമ്പോൾ ഇന്നൊരു ടോണിക്ക് കൊടുത്താൽ 2 ദിവസത്തെ ഗ്യാപ്പെങ്കിലും ഇട്ട ശേഷം മാത്രമേ ആ ടോണിക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. പക്ഷേ നമ്മൾ ഇന്നൊരു ടോണിക്ക് ഹെൽത്തി ടോണിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഒരു അൽബോമാർ നമ്മൾ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ടോണിക്കായിട്ടുള്ള വിമറാൾ നമ്മൾ യൂസ് ചെയ്യും. വിമറാൾ നമ്മൾ യൂസ് ചെയ്താൽ 2 ദിവസങ്ങളിൽ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അതുപോലുള്ള വേറൊരു ടോണിക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാത്ത വെച്ചിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം 2ലും 2 കണ്ടൻറ്റാണ്, 2 രീതിയിലുള്ള കെമിക്കൽ അല്ലെങ്കിൽ മെഡിസിൻസാണ്. അപ്പം നമ്മൾ ഇന്നൊരെണ്ണം കൊടുത്തു, പിറ്റേന്ന് തന്നെ നമ്മൾ വേറൊരു മെഡിസിൻ കൊടുത്താൽ അത് അതിൻ്റെ ആരോഗ്യാവസ്ഥയെ ബാധിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിൻ്റെ ഒരു ബേഡിൻ്റെ ശരീരത്തിൽ നമ്മൾ സാധനം ഫീഡ് ചെയ്ത 2-3 ദിവസം വരെയൊക്കെ നമ്മുടെയും ബേഡിൻ്റെ ശരീരത്തിൽ ആ സാധനത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് യൂറിനിലൂടെ അല്ലാതെയൊക്കെ നമ്മുടെ പോകുന്ന പോലെ തന്നെ ബേഡിനും അങ്ങനെ അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. 2 ദിവസം അതിൻ്റെ ഉള്ളിൽ സാധനം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പിറ്റേന്ന് നമ്മൾ വീണ്ടും വേറൊരു മെഡിസിൻ കൊടുക്കുമ്പോൾ ഇത് 2ൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് 2ഉം കൂടി അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ടോണിക്കായാലും എന്തായാലും കൊടുക്കുമ്പോൾ ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത മെഡിസിൻ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം എപ്പോഴും നമ്മളിങ്ങനെ കെമിക്കൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിവറിന് ഫംഗ്ഷൻ തന്നെ അടിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നാച്ചുറൽ മെഡിസിൻസ് കൊടുക്കാൻ ശ്രമിക്കുക. വൈകി കണ്ടെത്തുന്ന അസുഖങ്ങൾക്ക് മാത്രം ഇംഗ്ലീഷ് മെഡിസിൻസിലേക്ക് പോവുക. പിന്നെ ഐ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സിപ്ലോക്സ് ഡി തന്നെ യൂസ് ചെയ്യാം. കാരണം ഐ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സാവകാശം കിട്ടുന്ന അസുഖമല്ല. കാരണം നമുക്ക് ഒരെണ്ണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഒരെണ്ണത്തിന് വരും. അപ്പോൾ അങ്ങനെയുള്ള അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് മെഡിസിൻസിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടി രേഖപ്പെടുത്താൻ ശ്രമിക്കുക.
നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും കൂടി മെൻഷൻ ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പെറ്റ് സ്റ്റോക്ക് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ മറ്റുള്ളവരെയും കൂടി നമ്മുടെ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവർക്ക് നമ്മുടെ ചാനൽ പറഞ്ഞു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, 25K അടിക്കുമ്പോൾ പലരും ചോദിക്കുന്നത് ഗീവ് അവേ ഇല്ലയോ എന്ന്. ഗീവ് അവേ ഒക്കെ ഉണ്ട്. 25K അടിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഒരു അടിപൊളി ഗീവ് അവേ വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കൗണ്ടിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.